കീമ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കീമ വെച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഫ്രൈ ഉണ്ടാക്കാറുണ്ട്, കട്ട്ലേറ്റ്, മെയിൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ കീമ വെച്ചിട്ടൊക്കെ. അപ്പോൾ ഇന്ന് ഞാനൊരു കറിയാണ്, അത് എൻ്റെ സ്റ്റൈലിലുള്ള ഒരു കീമയുടെ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ആയാലും പാവിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കീമയുടെ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാം. മീഡിയം സൈസ് സവാളയും 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 10-12 അല്ലി വെളുത്തുള്ളി, 2 ഇഞ്ചി കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം പൗഡർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കുക. ഞാനിപ്പോൾ മുഴുവൻ ജീരകമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, എരിവും ഇല്ല എന്നാൽ കളറും ഉണ്ട് ആവശ്യത്തിന്. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ടീസ്പൂൺ. ഈ 2.5 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട്. നമുക്കൊരു കുക്കർ അടപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അതിലേക്ക് നമുക്ക് സവാള ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴറ്റുമ്പോൾ നമുക്ക് അധികം ബ്രൗൺ കളർ പോലെ വരണ്ട. നമുക്ക് വെറുതെ ഒന്ന് അതിൻ്റെ ഒരു കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടൊന്ന് സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ മാത്രം മതി. നമ്മൾക്കത് മുരിഞ്ഞ് വരണമെന്നില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, മസാല പേസ്റ്റ്. നമ്മൾ മസാല പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഇത് മല്ലിയിലയൊക്കെ ചേർത്ത് അരച്ചേക്കണോണ്ട് ചിലപ്പോൾ ഒന്ന് അടിക്ക് പിടിക്കും. പിന്നെ അടിക്ക് പിടിച്ച് അതിൻ്റെ സ്മെല്ലാകെ മാറിയും പോകും. നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. താഴെ അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കുക. അതിൻ്റെ പച്ചമണമെല്ലാം നന്നായി മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസ് 2 തക്കാളിയാണ് ചേർത്തേക്കുന്നത്. 2 അല്ല 3 തക്കാളി ചേർത്ത്. അതിലേക്ക് നമുക്ക് കീമ ചേർത്ത് കൊടുക്കാം. കീമ ചേർത്ത് നന്നായി ഇതെല്ലാം കൂടി യോജിപ്പിക്കാൻ മസാല. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ നന്നായി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂണോളം
നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, വിനീഗർ ഓപ്ഷണലാണ്. പുളി ഇഷ്ടമുള്ളവർ, പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിലും ഇത് കറി നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നാലും ചേർത്താൽ കുറച്ചുകൂടെ ഒരു പുളിയും എരിവൊക്കെ ആയിട്ടുള്ള. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂണോളം ഞാൻ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കണം, കാരണം ഇവിടെ ഞങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ പിള്ളേർക്ക് വേണ്ടുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമുക്കൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുക. അത് ചേർത്ത ശേഷം ഒരു 3 വിസിൽ വരെ നമ്മൾക്കത് വേവിക്കണം. ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കീമ. അതിന് സെർവ് ചെയ്യാം നമ്മൾക്ക്. അതാ ടേസ്റ്റി ആയിട്ടുള്ള കീമക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.